എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറിന് എന്തുകൊണ്ട് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ തുടങ്ങിക്കൂടാ, എന്തുകൊണ്ടൊരു റിപ്പീറ്റർ ബാച്ച് തുടങ്ങിക്കൂടാ എന്നൊക്കെ. എന്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല എന്നുള്ള ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ തുടങ്ങുന്നില്ല എന്നുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. IIT പഠിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഇയറിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. കാരണം അത്രത്തോളം ടീച്ചിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. കുട്ടികളോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, നമുക്ക് പറ്റാവുന്ന ഒരു മെൻറ്റർഷിപ്പ് അവർക്ക് നൽകുക എന്നുള്ളത്. നിങ്ങളിൽ പല ആൾക്കാരും എന്നെ ഫോൺ വിളിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഫോൺ വിളിച്ചാൽ നിങ്ങൾ വിളിച്ചാൽ എടുക്കാതിരിക്കാറില്ല. പല ആൾക്കാരെ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട്. പരമാവധി ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ വാട്സാപ്പിൽ റിപ്ലൈ തരാറുണ്ട് അവരോട്ടോ, കാരണം വാട്സാപ്പ് അധികം നോക്കാറില്ല. ബട്ട് ജനറലി ആളുകളെ പരമാവധി ഹെൽപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ വളരെ യങ്ങർ ഏജിൽ, എൻ്റെ ഒരു 18-ാം വയസ്സിൽ ടീച്ചിങ് തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട്, എസ്പെഷ്യലി ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ JEE ഡിവിഷനിലോട്ട് അത് ഹെഡ് ചെയ്യാനൊക്കെ എനിക്ക് ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ആലോചിച്ച് അതൊക്കെ പലപ്പോഴും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് ഇറ്റ്സ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഫാൾസ് പ്രോമിസസ്. കാരണം ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ പലപ്പോഴും എടുക്കുകയാണെങ്കിൽ അവിടെ 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്നു. അതിൽ നിന്ന് മേ ബി ഒരു 100-150 ആൾക്കാർക്ക് എൻട്രൻസ് കിട്ടുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. അവിടെ എന്താ പറയുക, അത്ര സ്മാർട്ട് അല്ലാത്ത ആളുകളുടെ, സ്മാർട്ട് അല്ലാത്ത മീൻസ് അവർക്ക് ബുദ്ധി ഇല്ലാന്നോ അല്ലെങ്കിൽ അവർക്ക് ഐക്യമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരെടുത്ത ഡിസിഷൻസ് മൂലം നോൺ സ്മാർട്ടായി പോയ ആളുകളുടെ പണം കൊണ്ട് സ്മാർട്ട് ആയിട്ടുള്ള ആളുകളെ പഠിപ്പിച്ച് അവരെ നല്ല സ്ഥാപനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ബേസിക്കലി എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഓഫർ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ XNY ഫൗണ്ടേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട് പല ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിലോട്ട് പോവുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം എന്താ, ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ റിപ്പീറ്റേഴ്സിന് മേ ബി 1 ലക്ഷം രൂപ ഫീസ് വാങ്ങാം. അതിൻ്റെ ഹോസ്റ്റൽ ഫീസ് വേറൊരു ബിസിനസ്സാണ് അല്ലേ. അതേപോലെ തന്നെ +1 +2 ഒരു ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് തുടങ്ങുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ ഒരു വർഷം ഫീസ് വാങ്ങാം. കേവലം ഒരു ട്യൂഷൻ തുടങ്ങുകയാണെങ്കിൽ 40,000-50,000 ട്യൂഷൻ വാങ്ങാം. ഞങ്ങളാകെ ഫൗണ്ടേഷന് വാങ്ങുന്ന ഫീസ് എന്നുള്ളത് ബിറ്റ്വീൻ 10,000 to 20,000 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഫീസ് വാങ്ങാവുന്ന ഒരു ഇൻഡസ്ട്രി. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫൗണ്ടേഷനിൽ ഒരാളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വീഡിയോസ് കണ്ട് ഇതൊക്കെ അറിഞ്ഞു വരുന്ന നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇതിലോട്ട് വരുന്നത്. അതല്ലാതെ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാം എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അവിടെയായിട്ട് ഒരാളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം 11th എത്തുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അല്ലെങ്കിൽ 12th കഴിയുമ്പോൾ പറയാം എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകണം. അവിടെ ഒരു നീഡ് ഓൾറെഡി ഉണ്ട്. ഇവിടെ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം നീഡൊന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്നുള്ളതിന് വളരെ സിമ്പിൾ റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത്. നമുക്ക് കൊടുക്കാവുന്ന, നമുക്കൊരു 11th-ലും 12th-ലും ചിലപ്പോൾ ഒരു കുട്ടിയെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ റിപ്പീറ്റിങ്ങിന് വേണ്ടി ഒരു കുട്ടിയെ കിട്ടിയിട്ട് നമുക്കൊരിക്കലും അവരെന്താണോ ഡിസൈർ ചെയ്യുന്നത് ആ ഒരു റിസൾട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ ആളുകൾക്കും ഒരു നഷ്ടബോധമാണ് വരിക എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, അതിൽ ഇൻഡസ്ട്രിയിൽ പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സിനും ഈ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ പ്രശ്നം കൊണ്ടും നമ്മുടെ സിസ്റ്റത്തിലെ പോരായ്മകൾ കൊണ്ടും കുട്ടികളുടെ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ട് ആ ഞാൻ പഠിപ്പിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ആ പഠിപ്പിക്കുന്നതിൽ എന്ത് വരും, നമുക്കൊരു മാനസിക വിഷമം പ്രയാസമൊക്കെ വരും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഞങ്ങൾ ആക്ച്വലി XNY സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, XNY തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിച്ചൊരു കാര്യം, ഹൗ ഷുഡ് ബി ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നാണ്. കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ ടീച്ചർമാർ ക്ലാസ് റൂമിൽ എന്താണോ ചെയ്യുന്നത് അതേ സംഭവം അവർ ക്യാമറക്ക് മുമ്പിൽ ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ല ഇംപ്ലിമെന്റ് ചെയ്തത്, നമ്മളൊരു കൈൻഡ് ഓഫ് റിമോട്ട് എഡ്യൂക്കേഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷേ ഓൺലൈൻ എഡ്യൂക്കേഷൻ MIT, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അവർ ബ്ലെൻഡഡ് ലേണിംഗ് മോഡൽ നടപ്പിലാക്കിയിട്ട്, എന്താ ബ്ലെൻഡഡ് ലേണിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ക്ലാസ്സുകൾ നേരത്തെ കണ്ടുവരും. ആ ക്ലാസ്സുകൾ എന്നുള്ളത് ചെറിയ ചെറിയ കണ്ടന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാകും. അതായത് 1 മണിക്കൂറിന്റെയോ 3/4 മണിക്കൂറിന്റെയോ ഒന്നും ബോറിംഗ് ലെക്ചേഴ്സ് ഉണ്ടാവില്ല. നേരെ മറിച്ച് 5 മിനിറ്റിന് 10 മിനിറ്റിന്റെ ഒക്കെ ചെറിയ ചെറിയ ലെക്ചേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ലേണിംഗ് പാത്ത് വേ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെന്റർഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത്. എൻ്റെ അടുത്ത് ഒരുപാട് പാരന്റ്സ്, എസ്പെഷ്യലി XNY പഠിച്ചിറങ്ങിയ കുട്ടികളുടെ പാരന്റ്സ് വരാണ്, സർ XNY ഞങ്ങൾക്ക് കിട്ടിയൊരു മെന്റർഷിപ്പ് ഞങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് 11th-ലും 12th-ലും ഒന്നും ഞങ്ങൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും കിട്ടുന്നില്ല, അതിനുവേണ്ടി നിങ്ങൾക്ക് മെന്റർഷിപ്പ് മാത്രം 11th-ലും 12th-ലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് പല കുട്ടികളും വരാറുണ്ട്. അപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആസ് എൻ XNY ടീം ബിലീവ് ചെയ്യുന്നത്, എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ കുട്ടിയെ കറക്റ്റായിട്ട് മെന്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കണ്ടന്റ് ഈസ് അവൈലബിൾ എവ്രിവെയർ, എല്ലായിടത്തും യൂട്യൂബിലും അല്ലാതെയും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി
ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പ്രൊഫസേഴ്സിന്റെ ചാനലുകളിലും ഒക്കെ കണ്ടന്റ് അവൈലബിൾ ആണ്, ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിനപ്പുറം ഇത് എങ്ങനെ പഠിക്കണം, ഇതിനൊരു കോൺസ്റ്റന്റ് മോട്ടിവേഷൻ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി ഞങ്ങൾ നല്ലൊരു അടിപൊളി മെന്റർഷിപ്പ് സ്ക്വാഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നല്ല ഒരുപാട് മെന്റേഴ്സിനെ ട്രെയിൻ ചെയ്ത് അത് ഞങ്ങൾ സ്കെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ആരാണ് ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? പലപ്പോഴും ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഹിന്ദിയിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ നോർത്ത് നിന്ന് വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് നാട്ടിലെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ വെച്ച് പഠിപ്പിക്കുക. ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയുന്നുണ്ടാവില്ല. ഒന്നെങ്കിൽ അവർ എൻട്രൻസ് ഫാക്കൽറ്റി താഴെ ലെവലിൽ 8 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സിന് അവരുടെ സ്കൂൾ ടീച്ചിങ്ങിന്റെ ഒരു ലെവലിന്റെ അപ്പുറത്തോട്ട് പോകാൻ അവർക്ക് അറിയില്ല. അപ്പൊ ഇതിനിടയിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? നമുക്ക് ഫൗണ്ടേഷന് വേണ്ടി ഏറ്റവും നല്ല ടീച്ചേഴ്സ് വേണം. അതിനുവേണ്ടി ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ, എസ്പെഷ്യലി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ എന്താണ് ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ XNY അസീം സാർ പൂനെയിൽ തെർമാക്സിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഷഫീർ സാർ ബാംഗ്ലൂര് IIT പഠിച്ച ആളാണ്, സോഫ്റ്റ്വെയർ ഫീൽഡ് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതേപോലെ തന്നെ ബാസിൽ സാർ ഡോക്ടറാണ്, അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ പിടിച്ചെന്ന് ഒരു അടിപൊളി ടീമിനെ അസംബിൾ ചെയ്തു. കാരണം ഈ എൻട്രൻസിലൂടെ കടന്നുപോയ ആളുകൾക്കാണ് തീർച്ചയായിട്ടും അതിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് വിശ്വസിച്ചത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങി ഇന്ന് ഏകദേശം 1500 കുട്ടികൾ, 1500-ലധികം കുട്ടികൾ കഴിഞ്ഞ വർഷം നമ്മുടെ കോഴ്സിൽ പഠിച്ചു. ഈ വർഷം ഓൾറെഡി 1000ഓളം കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞു. അതൊരു 4000 കേരളത്തിലെ ഏറ്റവും മികച്ച കുട്ടികളിലോട്ട് ഇതെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും കുട്ടികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഫൗണ്ടേഷൻ്റെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു? ഈ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വളരെയധികം ആസ്വദിക്കാൻ സാധിക്കണം. കാരണം വളരെ യങ് ആയിട്ടുള്ള മൈൻഡ്സിനെ, ഒരു 8-ലും 9-ലൊക്കെ ഉള്ള ഒരു കുട്ടിയെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മേ ബി സ്കൂളിൽ ചിലപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ലെവൽ അനുസരിച്ച് അവരുടെ ഐക്യ പ്രവർത്തിക്കാൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അവരെടുത്ത് മോൾഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. 11th എത്തി നമുക്ക് ഈ അവസരമില്ല, അവിടെ കണ്ടന്റ് ഒരുപാടാണ്, അവിടെ കുട്ടിയെ നമുക്ക് ഒരിക്കലും മോൾഡ് ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഹൈസ്കൂളിൽ ഇപ്പം ആ കുട്ടിയെ നമുക്ക് നല്ലൊരു മാത്തമാറ്റിക്കൽ എബിലിറ്റി കൊടുക്കാൻ, നല്ലൊരു ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇനി കുട്ടികൾ 10th കഴിഞ്ഞ് വരുമ്പോഴേക്ക് they'll be extremely good. ഓക്കെ, അവരുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ എത്താൻ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു പൈപ്പ് ലൈൻ, നല്ല കുട്ടികളുടെ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് മേ ബി ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ തുടങ്ങിയാൽ മേ ബി ഇതിനേക്കാളും 5 ഇരട്ടി റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ കുട്ടികളുടെ അവസാനം നിരാശാബോധമായിരിക്കും നമുക്ക് കാണേണ്ടി വരും. മേ ബി അവരെ കൊണ്ട് നമുക്ക് പാട്ട് പാടിക്കാം, അവരെ കൊണ്ട് ആടിപ്പിക്കാം, അവരെ കുറെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി മോട്ടിവേഷൻ ഡസന്റ് വർക്ക്, വി നീഡ് എ സിസ്റ്റം. ആ സിസ്റ്റമാണ് ഈ ഫൗണ്ടേഷനിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഒരു ജോബ് ചെയ്യുന്നില്ലേ? ഉണ്ട്, ഞാൻ ഇന്റലിൽ ഡിസൈൻ ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു. അവൾ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നില്ല? ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നു. പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനോട് ആളുകൾ മാത്രമല്ല, മേ ബി ഈവൻ എൻ്റെ വൈഫും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? കാരണം എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ ഞാൻ ഇതേപോലെ കുട്ടികളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ്സസ് എടുക്കുന്നു, പാരൻസിനോട് സംസാരിക്കുന്നു, പലപ്പോഴും പല വെബിനാർസ് അറ്റൻഡ് ചെയ്യുന്നു, പല സ്കൂൾസിലും പോയി ക്ലാസ്സസ് എടുക്കുന്നു, പല ആളുകളോട് സംസാരിക്കുന്നു, നമ്മുടെ നല്ലൊരു ക്ലാസ്സുകൾ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്നു, നമ്മുടെ XNYയുടെ എക്സ്പീരിയൻസ് ടീമിനോടും സെയിൽസിനോടും മാർക്കറ്റിങ്ങിനോടും പ്രൊഡക്റ്റ് ടീമിനോടൊക്കെ സംസാരിക്കുന്നു. എന്തിനത്ര സ്ട്രെയിൻ എടുക്കുന്നത് എന്നുള്ളത് എൻ്റെ ഫാമിലിയിലത്തെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് കാശുണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ഗുഡ് ജോബ്, ഐ ഹാവ് എൻ അമേസിങ് ജോബ്. ഓക്കെ, അൽഹംദുലില്ലാ എനിക്ക് നല്ലൊരു ജോബുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മുടെ ലൈഫിനൊരു മിഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത്, പലപ്പോഴും എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് XNYയിലെ പാരൻസ് നമുക്കൊരു ഫീഡ്ബാക്ക് തരുമ്പോഴാണ്. എൻ്റെ കുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്ന കുട്ടി എൻ്റെ ഈ ലെവലിലെത്തി, അല്ലെങ്കിൽ എൻ്റെ കുട്ടി, ഞാൻ ആസ് എ പാരൻറ്റ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നാളെ ഞാൻ ലക്ഷ്യം വെക്കുന്നത്, ഇപ്പം വി ആർ സ്റ്റാർട്ടിങ് 11th JEE ബാച്ച്, നമ്മുടെ കുട്ടികളെ വെച്ച്, അതേപോലെ കേരളത്തിലെ ഏറ്റവും മികച്ച കുട്ടികൾ ഒരു 150 ആളുകളെ ചൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഓൾറെഡി 130 ആയി കഴിഞ്ഞു, ഒരു 20 ആൾക്കാരും കൂടി ഒക്കെ എടുത്തിട്ട് നമ്മളൊരു സൂപ്പർ 150 അല്ലെങ്കിൽ ഒരു സൂപ്പർ, അതിൽ തന്നെ മേ ബി ഒരു 50 എടുത്തിട്ട് ഒരു സൂപ്പർ 50 ബാച്ചൊക്കെ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 years കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു JEE റവല്യൂഷൻ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. ഓവർ ദ ഇയേഴ്സ് ഓഫ് ടൈം ഈ ഫൗണ്ടേഷൻ പഠിച്ചു വരുന്ന കുട്ടികൾ മേ ബി JEE മാത്രമല്ല, അവർ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ എത്തണം. അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആലോചിക്കുന്നത് SAT പോലത്തെ പരീക്ഷകൾ എഴുതിയിട്ട് വേൾഡിലെ യൂണിവേഴ്സിറ്റികളിലോട്ട് നമ്മുടെ കുട്ടികൾ പോകണം. അതായത് ഇവിടുന്നുള്ള വിദേശ കൺസൾട്ടൻസികൾ കയറ്റി അയക്കുന്ന ഒരു 3rd tier 4th tier യൂണിവേഴ്സിറ്റിയിലോട്ടല്ല, നേരെ മറിച്ച് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് SAT പോലത്തെ എക്സാംസ് എഴുതി അവർക്ക് പറ്റുകയാണെങ്കിൽ പല കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത് ഒളിമ്പ്യാഡ്സിലൊക്കെ അവരെ എത്തിച്ച് അവർക്ക് നല്ല സ്കോളർഷിപ്പ് നേടിക്കൊടുത്ത് ഒരു ഹാർവാർഡിൽ ഒരാൾ എത്തിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ MIT എത്തിക്കാൻ സാധിക്കണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്നുള്ളത്. ഓക്കെ, കാരണം
ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് എന്താ പറയുക, ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ജനറേഷൻസ്. നമ്മൾ ഒരാളെ നമ്മൾ പഠിപ്പിച്ചാൽ മേ ബി അടുത്തൊരു 5-6 ജനറേഷൻസിലോട്ട് അതിൻ്റെ റിഫ്ലക്ഷൻസ് എത്തും എന്നുള്ളതാണ്. നമ്മൾ ചെറിയൊരു വിളക്ക് കൊളുത്തിയാൽ അത് വലിയൊരു ഇരുട്ടിൽ വലിയൊരു പ്രകാശമായിട്ട് അത് മാറും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് ഞാനിന്ന് ഉത്തരം പറയാൻ ശ്രമിച്ചത്. അതോടൊപ്പം എക്സാൻവയുടെ ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്ത വർഷം 11th അഡ്മിഷൻ ഉണ്ട്. ജെഇക്ക് വേണ്ടി മാത്രം 11th ഉള്ളൂ, 12th ഇല്ല, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ഒന്നുമില്ല. 11th കുറച്ച് ആളുകളെ മാത്രം, എല്ലാവരും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. സോ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം ഇതിനെക്കുറിച്ച്, ഈ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് കരുതുന്നു. നിങ്ങളുടെ മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ഓക്കെ, താങ്ക്സ്, ബൈ.